അതിനെ സപ്പോർട്ടീവായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ചെയ്തൊരു ഗവൺമെൻറ് അവിടെ ഉണ്ട്. കേരള ആയാലും ഇന്ത്യ ആയാലും ബിസിനസ്സുകൾ പലപ്പോഴും മക്കൾക്ക് കൊടുക്കുന്ന ബിസിനസ്സുകാർ കൊടുക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നാരോവർ വേർഷൻ ഓഫ് ബിസിനസ് അത് സസ്റ്റൈനബിൾ ആവില്ല എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. നമസ്കാരം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഫൈസൽ പി സയ്യിദ്, ഒരുപാട് ബിസിനസ്സുകാരുടെ മെൻറ്ററും എൻ്റെയൊക്കെ ബിസിനസ് ഡിലമ്മകളിൽ എൻ്റെയൊക്കെ മെൻറ്ററാണ്. അപ്പോൾ ഫൈസൽ സാറിനെ കുറിച്ച് സാറിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പോവാം. സാർ അസ്സലാമു അലൈക്കും. നമസ്കാരം. നമസ്കാരം. ഞാൻ സാറിനെ കുറിച്ച് കേൾക്കുന്നതേ സാറിൻ്റെ ശിഷ്യന്മാരെന്നാണ്. സാറിനെ ഞാൻ കാണുന്നതിൻ്റെ മുമ്പ് പിന്നെ നമ്മൾ കണ്ടു പരിചയപ്പെട്ടു അറിഞ്ഞു. ഈ സാറിൻ്റെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞൊരു സാധനം, ഒരേ വാക്കിൽ പറഞ്ഞത് ഫൈസൽ സാറ് ഞങ്ങളൊരു ഷെയ്ഖാണെന്നാണ്. ആ വാക്ക് അങ്ങനെ അല്ലെങ്കിലും ബിസിനസ്സിലൊരു ഷെയ്ഖാണ് ശരിക്ക് ഫൈസൽ സാറ്. അത് എങ്ങനെയാണ് ആ ഒരു യാത്ര ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ബിസിനസ്സുകാരെ പഠിപ്പിക്കണം എന്നുള്ള റൂമി ഞാനിപ്പോൾ ഞാൻ വാഴ 2 കണ്ടിരുന്നു. ഞാൻ വാഴ 1 കണ്ടതാണ്. ഈ വാഴ 1 വാഴ 2 2 മെസ്സേജാണ് തരുന്നത്. ഞാൻ എൻ്റെ നാട്ടിൽ എനിക്കൊരു വാഴ 1 ഗാങ് മെമ്പറായിരുന്നു ഞാൻ. ഞാൻ പിന്നെ PSMO കോളേജിൽ പോയപ്പോൾ അവിടെ ഒരു വാഴ 2 ഗാങ്ങിലെ ഗാങ് മെമ്പറായിരുന്നു ഞാൻ. ബേസിക്കലി ആയ വാഴ. മൂന്നാമത് ഞാൻ MBA പോയപ്പോൾ അവിടെ ഒരു വാഴ ഗാങ്ങിലെ മെമ്പറായിരുന്നു ഞാൻ. പലപ്പോഴും ഞാൻ മദ്രാസിൽ ക്രസന്റിലായിരുന്നു. അപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ട് ഞാനൊരു വാഴ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഫാദറുടെയും മദറുടെയും ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്തവരാണ് വാഴകളായിട്ട് മാറുന്നത്. അവർ പലപ്പോഴും വാഴകളാവുന്നത് ഒരു പക്ഷേ ഫാദറും മദറും മക്കളെ ഈക്വലി വളർത്തുന്നിടത്ത് ചിലപ്പോൾ ഒരു മിഡിൽ ചൈൽഡൊക്കെ ആകുമ്പോൾ മേലക്കും താഴേക്കും ഭയങ്കര പ്രാധാന്യം പോകുമ്പോൾ, നമ്മളൊരു പ്രാധാന്യം മിസ്സാവുമ്പോൾ നമ്മൾ പിന്നെ ഈ വാഴകളിലാണ് നമ്മളുടെ ഒരു സെക്യൂരിറ്റി തേടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ലൈഫിൽ ഏറ്റവും വലിയൊരു സ്കില്ല് ഈ വാഴകളിൽ നിന്ന് കിട്ടിയത് ആ ഒരു എക്സ്ട്രീം സോഷ്യലൈസിങ് ആണ്. ഞാനത് ശരിക്ക് എൻജോയ് ചെയ്യുന്നവനാണ്. അപ്പോൾ ഈ വാഴ 1 ഇപ്പോഴും ഞങ്ങൾക്കൊരു ഇല്ലത്തപ്പാടം ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ട്. വാഴ 2 ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു PSMO റോയൽ ബികോം ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ബേസിക്കലി BSc സോളജി ചെയ്തവനാണ്. പക്ഷെ ഞാൻ എന്നാലും ആ ഗ്രൂപ്പിലാണ് ഞാൻ. അപ്പോൾ കാരണം അവരായിരുന്നു അവിടുത്തെ വാഴകള്. മൂന്നാമത്തത് ക്രസൻ മല്ലൂസ് പറഞ്ഞിട്ട് ഞാനിപ്പോഴും ആ 3ാമത്തെ വാഴ ഗ്രൂപ്പിലും ഞാനിപ്പോഴും അങ്ങാണ്. പക്ഷെ ഈ വാഴകൾക്കൊക്കെ പറ്റുന്നു. ഇപ്പോൾ ഈ വാഴ 1 വാഴ 2 നമ്മളെ ബേസിക്കലി ഒരു നെഗേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ആ വാഴ 1 ഗാങ് എവിടെ എത്തിയില്ല. അവസാനം വാഴ കൃഷിയായിട്ട് അതും അസ്തമിക്കുന്നു. വാഴ 2 അവസാനം ഒരു ഇമോഷണലി സിബ്ലിംഗ് ബോണ്ടിങ് ഒക്കെ പറഞ്ഞുകൊണ്ടും അവരെ ലൈഫിൻ്റെ ഒരു സക്സസ് ഫാക്ടർ അതിൽ പറയുന്നില്ല. UK പോകുന്ന ഒരു പരാജയമാവുന്നു, അല്ലെങ്കിൽ അതിൽ മറ്റേ മെയിൻ ക്യാരക്ടർ എന്നവൻ്റെ പേര് എനിക്ക് ഓർമ്മ, ആഷിറും ഒരു പരാജയ ക്യാരക്ടറായിട്ടാണ് അതിൽ നിൽക്കുന്നത്. പക്ഷെ അവർ പലപ്പോഴും സിബ്ലിങ്സിനോടും ഫാമിലിക്കൊക്കെ കുറേ റിഫ്ലക്ഷൻസ് കൊടുത്തുകൊണ്ട് സംവിധായകന് എനിക്ക് ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് വന്നത്. ലാസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ക്യാമിയോ റോളിൽ വാഴ 2 ടീകൾ വന്നിട്ട് അവരെ അടിക്കുന്നതും ഇപ്പം ഇവരുടെ എപ്പോഴും സപ്പോർട്ട് കിട്ടില്ല. നമുക്ക് ഒരു അടിയിലും കുത്തിലും എല്ലാത്തിലും ഇവർ നമ്മളൊപ്പം ഉണ്ടാവുന്നില്ലാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ 3 ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും പലപ്പോഴും ഇപ്പോൾ ചിന്നിച്ചെതറി പോയി. ഒരുപക്ഷെ ലൈഫിലെ പ്രയോറിറ്റീസ്, ലൈഫിലെ വാല്യൂസ്, ലൈഫിലെ ലേണിങ് അതെപ്പോഴും ഇവോൾവിങ് ആണ്. നമ്മൾ ഒരു ബട്ടർഫ്ലൈ മെറ്റാമോർഫോസിസിന് വിധേയമായിട്ട് ഇവോൾവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഓരോ ടൈമിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അന്ന് വാഴ ഗാങ്ങിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ഒരു സോഷ്യൽ കൊഹീഷനും പിന്നെ സൊസൈറ്റിയിൽ നിന്ന് ഒരു പാരൻ്റൽ സൈഡിൽ നിന്ന് കിട്ടാത്ത ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാനുള്ള ഒരു റൂട്ടൊക്കെ ആയിട്ടായിരുന്നു അന്ന് ലൈഫിനെ കണ്ടിരുന്നത്. അതിൻ്റെ മേലെ ഒബ്ജക്റ്റീവ്സ് ഒന്നും ഇല്ല. പക്ഷെ ഞാൻ പലപ്പോഴും ഈ ഗാങ്ങുകളിലൊക്കെ കുറച്ച് ഇൻ്റർനാഷണൽ തോട്ടും കുറച്ച് ജിയോ പൊളിറ്റിക്സ് തോട്ടും ഇല്ലവനാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ടീമുകൾ എനിക്കൊരിക്കലും അതിൽ കിട്ടാറുമില്ല. എക്സെപ്റ്റ് എനിക്ക് മദ്രാസിലാണ് ഇർഫാനെ കിട്ടിയത്. നമ്മൾ ആസദ് മൂപ്പൻ്റെ ജ്യേഷ്ഠ മോൻ. അവന് മാത്രമായിരുന്നു എനിക്ക് ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി കോമ്പൻസേറ്റിംഗ് ആയിട്ട് തോന്നിയത്. നന്നായിട്ട് ജിയോ പൊളിറ്റിക്സ് അറിയും, നന്നായിട്ട് ഒരു ഗ്ലോബൽ ഡയമെൻഷൻസ് നോക്കുന്ന ആളാണ് മൂപ്പര്. അപ്പം ഞാനെപ്പോഴും ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും ചെറിഷ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഞാൻ ആലോചിച്ച് കൊടുത്തുള്ള റൂമി ഒരു സൈഡ് എന്തുകൊണ്ടാണ് ഈ 2 ഫിലിമും കേരളത്തിൽ ഇത്ര ഹിറ്റാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി മലയാളീസിനും ഇത് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഈ ഫെയിലിയറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളായി മലയാളികൾ മാറിയിട്ടുണ്ട്. അതൊരു ഫാക്ടറാണ്. പക്ഷെ അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ മിക്കവാറും ബിസിനസ്സുകളൊക്കെ വാഴകളായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പൊ എനിക്ക് അവരുടെ അടുത്ത് വേഗം റെസണേറ്റ് ചെയ്യാൻ പറ്റും. അവർ പലപ്പോഴും എനിക്ക് ഒരുപക്ഷെ ഈ ഒരു ഭയങ്കര എക്സ്ട്രീം സ്മാർട്ടായിട്ടുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ കുറച്ചൊക്കെ വിദ്യാഭ്യാസം കിട്ടി, കുറച്ച് വിദ്യാഭ്യാസം കിട്ടാതെ കുറച്ച് ഉടായ്പൊക്കെ കളിച്ച് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് റെസണേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഷെയ്ക്ക് എന്ന് ഞാൻ പറയില്ല, ഞാൻ അവരുടെ ഒരു വാഴയാണ് ഞാനും. അപ്പോൾ എനിക്കത് വേഗം റെസണേറ്റ് ചെയ്യും. അത് അവര് പിന്നെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരെന്നെ ഷെയ്ക്ക് ആക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയില്ലേ. അതിലൊരു രസം എന്താ വെച്ചാല് ഇപ്പോ ഒരുപാട് ആളുകൾ നമ്മൾ ബി സ്കൂളിൽ നിന്ന് തുടങ്ങാം. ബി സ്കൂൾ നിങ്ങൾ ഒരു ടീമായിട്ട് തുടങ്ങി. അപ്പൊ ബി സ്കൂൾ ഇവിടെ ചെയ്തൊരു റെവല്യൂഷൻ ഞാൻ മനസ്സിലാക്കിയത് നിശബ്ദമായ വിപ്ലവമായി എന്ന് പറഞ്ഞാല് ഇപ്പൊ സാധാരണ ഈ ഡ്രോപ്പ് ഔട്ട്സ് ബിസിനസ് ഇവർ നന്നായി ചെയ്യും. പക്ഷെ അവർക്ക് ഇതിനൊരു വിഷൻ ബോർഡും അവർക്കൊരു ബിസിനസ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള അല്ലെങ്കിൽ അതിനൊരു പ്രൊഫഷണൽ സാധനം കൊടുക്കുന്നത് ഇവിടെ ഈ 5 സ്റ്റാർ ഹോട്ടലിലും 3 സ്റ്റാർ ഹോട്ടലിലൊക്കെ വെച്ച് അവർക്കൊരു MBA ഒക്കെ കൊടുത്ത് അവരെ മാറ്റിയത് കൊണ്ടാണ്. അപ്പം അങ്ങനെ സക്സസ് ആയ ഒരുപാട് ആളുകളെ പേഴ്സണലി എനിക്കറിയാം. സാർ അവരൊക്കെ സാറിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടാണ് ഈ സാറിനെ എങ്ങനെയെങ്കിലും കുറുക്കുവയിൽ പരിചയപ്പെടണമല്ലോ എന്ന് ഞാൻ തീരുമാനിക്കണേ. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇപ്പോൾ മലപ്പുറത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, അവരെ ഒരു വലിയ അൺടാപ്ഡ് മാർക്കറ്റാണ്, അവരെ ട്രെയിൻ ചെയ്യണം, എന്താണ് അവരെ ട്രെയിനിങ്ങിൻ്റെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണല്ലോ കിട്ടേണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ മലപ്പുറം ബേസിക്കലി ഞാൻ പലപ്പോഴും ജനിച്ചു വീണ ജില്ല ആയതുകൊണ്ട് എനിക്ക് ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം എന്നെ സംബന്ധിച്ച് മലപ്പുറമാണ്. ഇത്രയൊക്കെ യാത്ര ചെയ്തിട്ട് 56 രാജ്യം പോയില്ല. ഞാനപ്പോൾ അതിൽ ജനിച്ചത് അവിടെയാണെങ്കിൽ മരിക്കുന്നത് അവിടെ തന്നെ ആവട്ടെ. ഒബിയസ്ലി എൻ്റെ കേരളം അതേപോലെ എൻ്റെ ഇന്ത്യ അതിൻ്റെ ഒരു വേറെ ബ്രോഡർ ഡയമെൻഷനാണ്. അപ്പോൾ കാരണം എനിക്ക് അവിടുത്തെ മലപ്പുറത്ത് ഓരോ റോഡുകളും ഓരോ ഇടവഴികളും ഓരോ ഏരിയകളും എന്നെ പിന്നെ ലൈലക്ക് മജ്നു പറഞ്ഞ പോലെ തന്നെ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ നാടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേർഡാണ് ആൾക്കാർ പോങ്ങന്മാരാണ്, മണ്ടന്മാരാണ്, പിന്നെ വിവരങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. അപ്പം നമ്മളൊരു വാഴയായി ജനിച്ചുകൊണ്ട് നമ്മളൊരു വാഴയായി ജീവിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷനെ ഭയങ്കരമായിട്ട് ഇണങ്ങിയോണ്ട് നമുക്കെപ്പോഴും ഒരു ടെലിപ്പതി ഉണ്ടാവും അങ്ങനത്തെ അവരായിട്ട്. അപ്പം അതേസമയത്ത് ഒരു മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനൊക്കെ ഞാൻ നടക്കുന്നത് എനിക്ക് തോന്നത്തോളം ഇപ്പം ബി സ്കൂളൊക്കെ അവിടെ ഒരു മാറാണ്ടാവണ കാരണം തന്നെ ഞാൻ പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വാഴ 1 വാഴ 2 വാഴ 3 ഗ്യാങ്ങുകളൊക്കെ കണ്ട് അക്കാഡമിക്കലി അവർ അത്ര എക്സൽ ചെയ്തില്ലെങ്കിൽ അവരൊക്കെ ലൈഫിൽ ഭയങ്കര സക്സസ്ഫുൾ ആണ്. പക്ഷേ ഈ ഗ്യാങ്ങുകളുടെ ഇടയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഡീപ്പായിട്ടുള്ള പല ഡയമെൻഷൻസ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ട്. പിന്നെ വാഴ 1 ഗ്യാങ്ങാണ് പല സെക്ഷൽ അറിവുകളും അതൊക്കെ പൊട്ടത്തെട്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് കല്യാണം കഴിച്ചപ്പോൾ അതിലൊരു ഷെയ്ക്ക് ഇപ്പോഴും പിന്നെ മക്കത്തിരിക്കുന്നുണ്ട്. അവൻ അവിടുന്ന് വിളിക്കും, ഞാൻ അവനെ ഇപ്പോഴും കാണുമ്പോൾ കള്ള കഴുത അവനെ കൊണ്ടാണ് ലൈഫിൽ കുറെ കുടുങ്ങിയത് ചിന്തിക്കും. അപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരൊക്കെ ലൈഫിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ലേ. അപ്പം ഒബിയസ്ലി എന്തുകൊണ്ടാണ് ഇങ്ങനെ വാഴകൾ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് അവർ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മിസ്ഫിറ്റ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവരുടേതായൊരു തോട്ടോ അവരുടേതായൊരു പെർസെപ്ഷനോ അവരുടേതായൊരു വ്യൂ ഓഫ് എഡ്യൂക്കേഷനോ അവിടെ കാറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം എന്താണ്, കേരളത്തിലെ മിക്കവാറും എല്ലാ കുട്ടികളും പുറത്തേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളായാലും എഞ്ചിനീയറിങ്ങും അതേപോലെ തന്നെ ആർട്സ് കോളേജുകളൊക്കെ പകുതി സീറ്റിലാണ് ഇപ്പം എന്താവുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രൈറ്റിനെയും ഒരു എലൈറ്റിനെയും മാത്രം കാറ്റർ ചെയ്യുന്നതാവണം എഡ്യൂക്കേഷൻ എന്നുള്ള വലിയൊരു ചിന്തയാണ്. അപ്പോൾ നമ്മൾ ബി സ്കൂളിൻ്റെ വലിയൊരു വിഷനാക്കി വെച്ചതിനെ ആവറേജ് കുട്ടികളെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്.
അപ്പം ഞാൻ പലപ്പോഴും ഗൾഫിൽ ഇങ്ങനെ നല്ല നല്ല കമ്പനികളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ഈ മറൈൻ ബയോളജിയും അതേപോലെ തന്നെ വായനയൊക്കെ ആയിരുന്നു. അപ്പം അതിന് ഉപയുക്തമായിട്ടൊരു കരിയർ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ആ ടീച്ചിങ് കണ്ടു. അങ്ങനെ മജ്ലിസ് കോളേജിൽ എത്തിപ്പെടുന്നു. ഞാൻ അവിടെ നോക്കിയപ്പോൾ കുറേ വാഴകളാണ് അവിടെ ഇല്ലത്. അപ്പം എനിക്ക് എൻ്റെ ഒരു സെഗ്മെന്റ് ഓഫ് ടീമായിട്ട് അവരെ മനസ്സിലായി. പക്ഷേ ഞാൻ റെഗുലർ കോളേജിൽ നിന്നാണ് പഠിച്ചിറങ്ങിയിട്ടിലൊക്കെ MESS PSM പോലൊക്കെ. അവിടുത്തെ കുട്ടികൾ ഇന്റലക്ച്വൽ വൈസും അല്ലെങ്കിൽ എല്ലാ വയസ്സിലും ഒരു ഭയങ്കര ഡൗണ് ആയിരിക്കും. അപ്പോൾ അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തിരുന്നു ലൈഫിലെ വലിയൊരു അനുഭവം. അവരെ ഞാൻ ഒരിക്കലും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറഞ്ഞത് അവർ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളായിട്ടാണ്. അപ്പോൾ അവർ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളാണെങ്കിൽ അവർക്ക് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പുസ്തകങ്ങളെയും പഠിപ്പിക്കാൻ പാടുള്ളൂ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കേസ് സ്റ്റഡീസേയും പഠിപ്പിക്കാറുള്ളൂ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആവാനാണ് ഞാൻ അവരോട് ആഗ്രഹം. ഞാൻ അവരോട് ഇന്ത്യയിൽ ഒരിക്കലും ഒതുങ്ങിക്കൂടാൻ അവർക്കൊരാൾക്കും ഡ്രീം കൊടുത്തിട്ടില്ല. അപ്പം ആ കുട്ടികളുടെ ഒരു റിഫ്ലക്ഷൻ, ആ കുട്ടികൾ പലരും അതിൽ അങ്ങനത്തെ കരിയർ എടുത്ത കുട്ടികളുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം ഈ ബി സ്കൂളിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ കേരളത്തിൽ നടത്തുക എന്നുള്ളതാണ്. അതായത് പക്ക ഒരു എഡ്യൂക്കേഷനോടും താല്പര്യം കാണിക്കാത്ത, സ്റ്റഡീസിനോട് താല്പര്യം കാണിക്കാത്ത ആളുകളുടെ ഇടയിൽ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു സിലബസ് ഇടുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു എടുത്തിരുന്നത്. ഞാനതിൽ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ഒപ്പം ഈ സ്ഥാപനം തുടങ്ങാൻ വന്ന 4 പേരും അതിൽ എക്സ്പോസ്ഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവരൊരു എന്നോട് ഫസ്റ്റ് ചോദിച്ചോണ്ട് ഇത് നമുക്ക് 2 ബാച്ചൊക്കെ ഒരു ഫസ്റ്റ് ഇയർ തന്നെയാണ് തീർത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു ഇവർ എത്ര നൈവായിട്ടാണ് ചിന്തിക്കുന്നതെന്നില്ലേ. അപ്പോൾ പക്ഷെ അവർ ഒരു 2-3 കൊല്ലമാകുമ്പോഴേക്ക് അവർക്കും അതിലേക്ക് എക്സ്പോസ്ഡായി അവരെ കുറേ എണ്ണത്തിനെ ട്രെയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവരൊക്കെ അങ്ങനെ റിഫ്ലക്റ്റീവായിട്ട് അവർ മാറപ്പെട്ടു. പക്ഷേ ഞങ്ങൾ 5 പേരായിരുന്നു അത് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഫൗണ്ടർ ഡയറക്ടേഴ്സായിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലിപ്പോൾ 3 പേരുണ്ട് ഫൗണ്ടർ ഡയറക്ടേഴ്സായിട്ട് ഇപ്പോഴും, ബാക്കി 2 പേര് അതിന് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയെടുത്തോളം കേരളത്തിൽ ഇപ്പോഴും ഈ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ നടക്കേണ്ട വലിയൊരു കാര്യം റിയൽ ടൈം ലൈഫുമായിട്ട്, ഒരു റിയൽ ലൈഫുമായിട്ട് അതിനെ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതില്ല ശരിക്കും ശ്രമിച്ച ഗ്യാപ്പ് അതാണ്. അപ്പം ഞാനത് മജ്ലിസിലും കുറെ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഈ എഡ്യൂക്കേഷനിൽ പിന്നെ മജ്ലിസിലെ ഏറ്റവും വലിയ എൻ്റെ ഒരു ഹിക്കപ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ആയിരുന്നു. അപ്പം അതിലൊരിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിലെ എക്സാമിനേഷൻ സിസ്റ്റം നമ്മളെ പുറത്താക്കി കളയും. ഇതിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാനൊരു സ്കോപ്പാണ് ഇത് തരിക. പക്ഷെ ഇതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ബി സ്കൂളിലായാലൊക്കെ ഞാൻ എപ്പോഴും പേടിക്കുന്നൊരു സാധനമുണ്ട്. ഇതിലെ ലെക്ചേഴ്സ് എപ്പോഴും നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്ന ലെക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഇതിനൊരു സർട്ടിഫിക്കറ്റ് മോഡൽ ഒരു തിയററ്റിക്കലായിട്ട് കാണുകയാണെങ്കിൽ അത് ഇവിടെയും പരാജയപ്പെടും. ഇപ്പോൾ IB IGCSE സ്കൂളുകൾ ഇങ്ങനത്തെ കരിക്കുലത്തിനൊക്കെ ഒരു അവസ്ഥ അതാണ്. പക്ഷെ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇനി വരുന്ന ഒരു കോളേജ് ഇതൊക്കെ ആയിക്കഴിഞ്ഞാലും കുട്ടികൾക്ക് പലപ്പോഴും രാത്രികൾ ക്ലാസ്സായിട്ട് രാവിലെ വർക്ക് ചെയ്യാൻ വിട്ട് അവരെ വർക്കിനാസ്പദമായിട്ടുള്ള മാത്രം ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ള ഒരു രീതിയാണെങ്കിൽ വാഴകളെ കുറവുകൾ കണ്ടമാനം നമുക്ക് നികത്താൻ പറ്റും. ഈ പേപ്പറുകൾ മിസ്സായാലും അവനെ ലൈഫിൽ കൊണ്ടുപോകാൻ കഴിയും. അതെ ഭയങ്കരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പം ഞാൻ എൻ്റെ ജ്യേഷ്ഠ US സിറ്റിസണാണ്. അപ്പോൾ ജ്യേഷ്ഠ മോന് നിഹാലുണ്ട്. അവന് രാത്രി 1 മണിൻ്റെ സെഷനൊക്കെയാണ്. അവനപ്പോഴാണ് ഉറങ്ങി എണീക്കുള്ളൂ. അപ്പോൾ അവൻ ആ സെഷനാണ് യൂണിവേഴ്സിറ്റി പോകുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമ്മളെ യൂണിവേഴ്സിറ്റി അത് ആയിക്കൂടാന്നില്ലേ. നമ്മളെ യൂണിവേഴ്സിറ്റി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു പണിക്ക് അവനെ പറ്റൂല. ഇപ്പോഴത്തെ ഒറ്റ യങ്സ്റ്റേഴ്സും ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാത്രി എണീക്കുന്നവരാ, അവർ രാവിലെ ഉറങ്ങുന്നവരാണ്. അത് ഈ സൗദി, ഖത്തർ, ഒമാനൊക്കെ അവിടെ. അപ്പോൾ അവരെന്താ ആഗ്രഹിക്കണം, അതിലേക്ക് ആ സിസ്റ്റം മാറണമെന്നുള്ളൂ. നമ്മൾ അവർക്കെതിരെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയെടുത്തോളം പക്ക ഇപ്പോൾ ഈ ബ്രിട്ടീഷ് കരിക്കുലൊക്കെ ആവുകയാണെങ്കിൽ നമുക്കൊരു അപ്ലൈഡ് സിലബസിൻ്റെ സ്കോപ്പ് ഭയങ്കര ഹ്യൂജാണത്. അപ്പം എനിക്ക് പലപ്പോഴും ഞാനൊരു സബ്ജക്റ്റിൽ ഒതുങ്ങിക്കൂടില്ല. ഞാനൊരു 9 or 10 കയറും. കാരണം എനിക്ക് അത്രയും ഈ അപ്ലൈ സിലബസ് എനിക്ക് അത്രയും ഒരു കിക്കിങ് ഫാക്ടറാണ്. എനിക്ക് ആ കിട്ടുന്ന കിക്ക്
വേറെ ഒന്നൊന്നും കിട്ടൂല. ഞാനങ്ങനെ തേടിക്കൊണ്ടിരിക്കും. അപ്പം ഞാനിപ്പോഴേ നമ്മൾ പറഞ്ഞു വന്നൊരു സാധനം, ഈ സാറ് ഈ അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ തിയറിക്ക് പകരം പേപ്പർ പാസ്സാകുക, MBA പേപ്പർ പാസ്സാകുക എന്നുള്ളടത്തുനിന്ന് ഇവരെ പ്രാക്ടിക്കലി ഇവരെ ബിസിനസ്സുകാരാക്കുക എന്നുള്ളതാണല്ലോ സാറ് ബി സ്കൂളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെന്തൊക്കെയാണ് മാർഗങ്ങൾ, എന്താണ് ഇവരെ ശരിക്കും പഠിപ്പിക്കുന്നത്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റൂമി പിന്നെ ഈ അപ്ലൈഡ് സിലബസ് ആക്കണമെങ്കിൽ എപ്പോഴും അതിന് എന്താ പറയുക, ബ്ലൂംസ് ടാക്സോണമി അപ്ലൈ ചെയ്യണമെന്നില്ലാണ്. ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യണ ഒന്ന് പിന്നെ നോളജ് ഗ്രാസ്പ് ചെയ്യുക, അത് റിമെമ്പർ ചെയ്യുക, അതിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ നോളജ് ഗ്രാസ്പ് ചെയ്ത് റിമെമ്പർ ചെയ്യുന്നവരാണ് നമ്മളിൽ 10 A+ വരും. പക്ഷെ അതിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തവരാണ് ഞാനും നീയൊക്കെ. ജിയോ പൊളിറ്റിക്സ് ആയാലും നമ്മളൊരു ത്രെഡ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, നമ്മൾ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളുടേതായ കൺക്ലൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് പുസ്തകം വായിക്കുന്നവനെ കിട്ടുള്ളൂ, അത് രാജ്യം വിസിറ്റ് ചെയ്യുന്നവനെ കിട്ടുള്ളൂ. അത് ആ പുസ്തകം വായിക്കുന്നതിനെങ്കിൽ രാജ്യം വിസിറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു ഇമോഷൻ ചേർന്ന സാധനമാണ്, അതൊരു പാഷൻ കൂടിയേ തീരും. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ വരണമെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, അവന് കോംപ്രഹെൻഷൻ വേണം, എന്നാലേ പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് എ സ്മോൾ തിങ് ഇംഗ്ലീഷും മലയാളവും തമ്മിൽ, ആനയും ജൈനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്താൽ ആ കോംപ്രഹെൻഷൻ ആണ്. പിന്നെ നമുക്കൊരു ത്രെഡ്, ഇപ്പോൾ ഒരു വാഴ കാണുകയാണെങ്കിലും ഗോഡ് ഓഫ് എ സ്മോൾ തിങ് കാണുകയാണെങ്കിലും നമ്മളൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ സിന്തസിസ്. ഇപ്പോൾ റൂമി കാണുന്ന പോലെയല്ല ഞാൻ കാണുന്നത്. അപ്പോൾ റൂമി ഇപ്പോൾ എന്താ പറയുക, ഗോഡ് ഓഫ് എ സ്മോൾ തിങ് വായിക്കുമ്പോൾ ഉണ്ടാവുന്ന കൺക്ലൂഷൻ അല്ല എനിക്കുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ സിന്തസിസ് ആണ്. ഈ സിന്തസിസ് പലപ്പോഴും ഇപ്പോൾ എഴുത്തുകാരിലായാലും സാഹിത്യകാരന്മാരിലായാലും പിന്നെ പലതിലായാലും നമ്മളതിങ്ങനെ കുറേ ആ നോളജ് ഇങ്ങനെ പേറി നടക്കുന്നവരാണ്. പക്ഷേ ഈ ബിസിനസ് എഡ്യൂക്കേഷനിൽ നടക്കണ എന്താണ്, അങ്ങനെ സിന്തസിസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് ലൈഫിൽ ബിസിനസ്സിൽ കാണാൻ കഴിയും. നമ്മളടുത്ത തീരുമാനം റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ള ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ബേസിക്കലി ആ സിലബസ് കൊടുക്കുന്നത്. ഇവിടെ അഗെയിൻ അതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിലൊരു കരിയർ എടുക്കുമ്പോഴൊരു കുട്ടി ബേസിക്കലി ഈ പ്രോസസ്സിലൂടെ ഒക്കെ എന്താ വേണ്ടതുണ്ട്, പോവേണ്ടതുണ്ട്. ഒരു നോളേജ് കരസ്ഥമാക്കി റിമെമ്പർ ചെയ്യാൻ കൂടി ഇഷ്ടപ്പെടാത്തൊരു സമൂഹം അതിലേക്ക് വരുമ്പോൾ അവരതിലെപ്പോഴും മിസ്ഫിറ്റ് ആയിരിക്കും. അവരെങ്ങനെ ട്രെയിൻ ചെയ്യുക? അവരെ ട്രെയിൻ ചെയ്യൽ ഭയങ്കര ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അപ്പം ഇപ്പോൾ സാറിൻ്റെ സ്റ്റുഡൻസിൽ മലപ്പുറത്ത് മീൻ കച്ചവടക്കാരുണ്ട്, മലപ്പുറത്ത് ട്രേഡിങ് ചെയ്യുന്ന ആളുകളുണ്ട്, മലപ്പുറത്ത് ഈ കമ്മോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മാനുഫാക്ചറേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്? എങ്ങനെയാണ് അവരെല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നത്? അതിൽ ഒരു കാര്യം റൂമി ബേസിക്കലി എനിക്കത് കുറെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കും. ഒന്ന്, ഞാൻ വാഴ ആയതുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ ഒന്ന് എനിക്ക് ആ ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ സൈക്കോളജി വേഗം മനസ്സിലാവും. രണ്ടാമത്തെ ഒരു സാധനം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം തന്നെ ഞാൻ പലപ്പോഴും ഈ എൻ്റേതായൊരു അപ്ലൈഡ് കൺക്ലൂഷൻസ് ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൺക്ലൂഷൻസ് ഞാൻ അവർക്ക് എന്താക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. അപ്പം അത് പലപ്പോഴും ഒരു UK US എഡ്യൂക്കേഷനിൽ കുട്ടി അത് കണ്ടെത്തണമെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് എളുപ്പത്തിൽ ഞാൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു മൈരിയാഡ് ഓഫ് ഇൻഫർമേഷൻ്റെ തലയിൽ കളിക്കുന്നുണ്ടാവും. ഞാനൊരിക്കലും ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഞാൻ അതിൻ്റെ ഒരു എൻഡ് വരെ എൻ്റെ കണക്ഷനും ഇതൊക്കെ ആയിട്ട് ഞാൻ അവരോട് പറയും ചെയ്യും, ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്നല്ല. അപ്പം അതൊന്നാണ്. പിന്നെ മൂന്നാമത്തെ ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യം തന്നെ, ഞാനെപ്പോഴും എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഓഫ് ഇപ്പോൾ കാലിക്കറ്റ് ആയാലും ദുബൈയിലായാലും സൗദിയിലായാലും ഞാൻ കാണുന്നത് അവർ 8ാം ക്ലാസ്സും ഗുസ്തി ആണെങ്കിലും 10ാം ക്ലാസ്സും ഗുസ്തി ആണെങ്കിലും +2 ഗുസ്തി ആണെങ്കിലും ഞാൻ അവരെ കാണുന്നത് ലോകത്തിലെ എൻ്റെ കോൺഷ്യസ് മൈൻഡിനോട് ഞാൻ അവരോട് പറയാറ്, അവർ ലോകത്തിലെ ഗ്ലോബൽ ബ്രാൻഡ്സ് ബിൽഡ് ചെയ്യാൻ പോകുന്നവരാണ്. അവർക്ക് ലോകത്തിലെ ഏറ്റവും ഗ്ലോബൽ കേസ് സ്റ്റഡീസ് ഞാൻ കൊടുക്കാറ്. അവരെ ഞാൻ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവരോട് പറഞ്ഞത്
നിങ്ങൾ ചില്ലറക്കാരല്ല. അപ്പം ഞാൻ ബേസിക്കലി ഇപ്പോൾ അവർ ഇന്നെ മെഷർ ചെയ്യാണ്. ഒരു മണിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ അവരെക്കാളും വേ ബിഹൈൻഡിലാണ്. പക്ഷെ ഞാൻ എൻ്റെ തോട്ടിലും എൻ്റെ സൊസൈറ്റൽ ഇമ്പാക്റ്റും നോക്കുകയാണെങ്കിൽ ഞാൻ അവരെക്കാളും എത്രയോ മുന്നിലുമാണ്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് പാരാമീറ്റേഴ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ബിസിനസ്സുകാർ പലപ്പോഴും ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മെഷർ ചെയ്യൽ ചിലപ്പോൾ ഒരു മണിൻ്റെ പേരിലാണെങ്കിൽ അവർ നിരാശപ്പെടുള്ളൂ എന്നെ നോക്കിക്കഴിഞ്ഞാൽ. കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ തോട്ടിൻ്റെ കാര്യത്തിലായാലും സൊസൈറ്റൽ ഇമ്പാക്റ്റിലായാലും ഇപ്പോൾ CH മുഹമ്മദ് കോയ നിങ്ങൾക്ക് മണിമൽ ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്ത്, അദ്ദേഹമാണ് നമ്മളെ മലബാറിൻ്റെ എഡ്യൂക്കേഷനിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കി. ഇപ്പോൾ ലാസ്റ്റ് മുനീർ ഇപ്പോൾ എനിക്ക് മാത്രം ലാസ്റ്റ് വരെ കടത്തിലായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് കുറേ കരഞ്ഞു. ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടു. കാരണം എനിക്ക് CH മുഹമ്മദ് കോയനോട് വലിയ അഭിമാനം ഒന്നും കൂടി കൂടിയുള്ളൂ, മുനീറിനോട് വലിയ ബഹുമാനം ഒന്നും കൂടി കൂടിയുള്ളൂ. കാരണം ആ ജെനുവിൻ ആവുക, ഹോണസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ വലിയ ക്വാളിറ്റി. അതേ സമയത്ത് ഞാൻ കണ്ട പല ആളുകളൊക്കെ പ്രശ്നം, നമ്മളൊക്കെ ബിസിനസ് ചെയ്യണവരൊക്കെ പ്രശ്നം ക്വാളിറ്റി ഉണ്ടാവില്ല, സ്കില്ല് ഉണ്ടാവില്ല, എന്നാൽ പുറത്ത് ഭയങ്കരനായിട്ട് അഭിനയിക്കാനാണ് എന്താവുന്നത് ഇഷ്ടപ്പെടുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വെറുപ്പാണ്. ഞാൻ അങ്ങനത്തെ ആളുകളിൽ നിന്ന് വേഗം ഷൻ ചെയ്തോളി. ഞാൻ എനിക്ക് ഭയങ്കര വെറുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ തന്നെ ഇഷ്ടമല്ല. ഞാൻ സാറിന്റെ ദുബായ് ക്യാമ്പസിലെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ സാറ് പറഞ്ഞത് മില്യണേഴ്സ് ശിഷ്യന്മാരായിട്ടുള്ള ഒരു കോളേജ്, ഒരു അധ്യാപകനും. കാരണം അതിൽ ഷംസുഖുണ്ട്, ആദ്യത്തെ ബാച്ചിലാണല്ലോ ഷംസുഖ്, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ ഷംസുഖ് സാധാ ബിസിനസ്സുകാരെക്കാളും ഡിഫറെന്റ് ആണ്. എങ്ങനെ? ഷംസുഖക്ക് കാശുണ്ട്, ഷംസുഖക്ക് അതേപോലെ തന്നെ തോട്ടില് രാജ്യങ്ങളുടെ കണ്ടമാന റിഫ്ലക്ഷൻസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഈ കലനെയും ഇതിനൊക്കെ ഇഷ്ടപ്പെട്ട ആൾ, അദ്ദേഹം കലാകാരനാണ്. അപ്പൊ സാധാ ബിസിനസ്സുകാരനെ ആ ഒരു ആംഗിൾ നമ്മൾ ഷംസുഖിനെ കാണാൻ പറ്റൂല. അതല്ല ഷംസുഖന്റെ ഞാൻ പറഞ്ഞ അങ്ങനത്തെ കുറെ ശിഷ്യന്മാര് അതില് വേറെ. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ആ ദുബൈയിലെ ആ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ തന്നെ കാരണം അത് ഷംസുഖ് ഉണ്ടായതുകൊണ്ടല്ല. ഞാൻ ഒരിക്കലും തല വെച്ച് കൊടുക്കൂല. വേറെ കച്ചവടക്കാരനാണ് വരുന്നെങ്കിൽ കൊടുക്കൂല, ഞാൻ ഒരിക്കലും അയിമ നിൽക്കൂല പ്രോജക്റ്റിൽ. അതെ. പിന്നെ സിദ്ദീഖ് ഭായി ഉണ്ട്, ഇക്വിറ്റോറിയയുടെ ചെയർമാനായിട്ട്. അപ്പൊ നിങ്ങൾ ഈ അതിൽ നമ്മള് ഓരോ ബാച്ചും ഒരു കമ്പനി ആയാല, എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടികള്? അതായത് റൂമി ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പൊ ഞാനിപ്പോ എന്നോട് ഈ വാഴ 1, വാഴ 2, വാഴ 3 പറഞ്ഞു. എന്റെ ലത്തപ്പാടം PSMO, എന്റെ മദ്രാസിൽ ടീം, ക്രസന്റ് മല്ലൂസ്, ഞങ്ങളിപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിൽ ആക്റ്റീവാണ്. അവിടെ ചർച്ച, എല്ലാ തമാശകളും തോന്നിവാസങ്ങളും വൃത്തികേടുകളൊക്കെ വരും അവിടെ. അപ്പൊ അവിടെ ഞാൻ വൈഫൊന്നും ഞാൻ ഇന്നൊക്കെ ഇട്ടിട്ട് ട്രോളുന്നേയും കൊല്ലുന്നേയും. കാരണം എനിക്കൊന്നും അങ്ങനത്തെ എന്താ പറയുക ഫോറംസ് നമുക്ക് ഭയങ്കര ആവശ്യമാണ്. അവിടെ നമ്മളെ ശരീരത്തിന് അടി കിട്ടണ്ട, നമ്മളെ ഈഗോക്ക് അടി കിട്ടണ്ട ആവുമ്പോഴേ നമ്മൾ നന്നാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പല ബിസിനസ്സുകാരൊക്കെ ഉണ്ട്, അവരാണെന്നാണ്ട് വലുതായി കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. അവരൊരു പഴയ ആൾക്കാരായിട്ട് കാണുന്നതിന് പേടിയാണ്. പക്ഷെ അത് സത്യത്തിൽ ഭയങ്കര ഡെട്രിമെന്റൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ റൂമി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അഥവാ ഞാനൊരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ക്ലോസ്നെസ് കാണിക്കുക ഈ 3 ഗ്യാങ്ങിലായിരിക്കും. അപ്പോൾ അതേപോലെയാണ് ഈ ബാച്ചസ് ഒക്കെ. ഈ ബാച്ചസ് ഒക്കെ ഓരോ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അവരത്രയും സ്നേഹിക്കുന്നുണ്ട്, അവരത്രയും കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു കണക്കിൽ എനിക്ക് തോന്നിയൊരു സെൽഫിഷ്നെസ് ആണ് ആ കണക്ഷനെ ഒന്നൊരു ഇതിൽ കുരുക്കിടണം വെച്ചിട്ടാണ് ആ കൺസോർഷ്യംസ് എന്താക്കിയത്. ഓരോ ബാച്ചിനും സെപ്പറേറ്റ് കൺസോർഷ്യംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഭയങ്കര ഒരു സംഭവം. ഇപ്പോൾ ഇക്വിറ്റോറിയ ആഫ്രിക്കയിലൊക്കെ ബ്രാൻഡ് ചെയ്യുന്നു, കച്ചവടങ്ങൾ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവർക്ക് ശരിക്കൊരു ഗ്ലോബൽ ഓപ്പണിംഗ് ആണ് സാർ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു നോളേജിനോ അതിൻ്റെ ഒരു വിഷൻ തലത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി അതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ തലത്തിലൊക്കെ ഒരു പക്ഷേ ഷംസുഖയും അവരുടെ മറ്റേ സിദ്ദിഖ് ഭായിയും ഒപ്പമില്ല, അവരുടെ ആ ഗ്രൂപ്പിൻ്റെ പ്ലാനിങ് സൈഡാണ് ഈ പറഞ്ഞ ഗ്ലോബൽ ഇംപ്ലിമെന്റേഷൻ ഒക്കെ എന്താവുന്നത് നടത്തുന്നത്. ഞാൻ അതിന്റെ ഒരു കാറ്റലിസ്റ്റ് ആയിരുന്നു. ചില അവരെ ഇങ്ങനെ കണക്ട് ചെയ്തത് നിങ്ങളെ ക്ലാസ് ആണ്. പിന്നെ അത് വേറെ ഒരു പടച്ചോന്റെ ഒരു വിധിയാണ് അങ്ങനത്തെ നല്ല കുറച്ച് സോൾസുകൾ തന്നതും. കാരണം പിന്നെ ഇപ്പൊ സാധാരണ നോക്കിയിട്ട് റൂമി ഇപ്പൊ ഒരു
ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്സുകാരന് തൻ്റെ മകന് കൊടുക്കുന്നത് തൻ്റെ കിട്ടിയ സ്വത്ത് പരിരക്ഷിക്കണം എന്നുള്ളൊരു ഇതേ കൊടുക്കുള്ളൂ. അപ്പോൾ അവൻ ആ പരിരക്ഷിച്ച സ്വത്ത് അടുത്ത തലമുറക്ക് കൊടുക്കുകയുള്ളൂ. എനിക്ക് തിരൂരിലെ പ്രധാനപ്പെട്ട 2 ഫാമിലികൾ അറിയാം. അപ്പോൾ അവരൊക്കെ എന്നെ എപ്പോഴും ഒബ്സർവ് ചെയ്യാറുണ്ട്. അവർ വലിയ പ്രധാനപ്പെട്ട അവിടുത്തെ ബിസിനസ് ഫാമിലികളാണ്. അപ്പോൾ അവരുടെ മക്കൾ ആ സ്വത്ത് ഇങ്ങനെ പരിരക്ഷിക്കുന്നല്ലാതെ അതിന് വേറൊരു വ്യൂ വരണില്ല. അതൊരു ട്രഡീഷണൽ മൈൻഡ് സെറ്റാണ്. അതൊരു നാരോവർ വേർഷൻ ഓഫ് ബിസിനസ്സുമാണ് അത്. അവർക്ക് അങ്ങനെ ആ സ്വത്ത് കിട്ടാൻ കാരണം കുറേ അവരെ സപ്പോർട്ടീവായിട്ടുള്ള എംപ്ലോയീസ് അവിടെ വന്നിട്ടുണ്ട്. അവരൊപ്പം നിന്ന് കുറേ മാനേജേഴ്സ് ഉണ്ട്. പിന്നെ അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് വാങ്ങിച്ച ഒരു പൊതുസമൂഹമുണ്ട് അവരുടെ തറവാടിൽ വിശ്വസിച്ച്. പിന്നെ അതിനെ സപ്പോർട്ടീവായിട്ട് കുറേ കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ചെയ്തൊരു ഗവൺമെൻറ് അവിടെ ഉണ്ട്, കേരള ആയാലും ഇന്ത്യ ആയാലും. അപ്പം ബിസിനസ്സുകൾ പലപ്പോഴും മക്കൾക്ക് കൊടുക്കുന്ന, ബിസിനസ്സുകാർ കൊടുക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നാരോവർ വേർഷൻ ഓഫ് ബിസിനസ് അത് സസ്റ്റൈനബിൾ ആവില്ല എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. ഒരു ബിസിനസ്സിൽ അടുത്ത തലമുറയെങ്കിലും ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ ഇവിടുത്തെ വരുന്ന ബിസിനസ്സുകാരൊക്കെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, അവരൊരിക്കലും ഇനി അങ്ങനത്തെ ഒരു ഷെയർ ഹോൾഡർ വ്യൂ എടുക്കൂല എന്നുള്ളതാണ്. അവരൊരു കോർ ടീമിനെയും എംപ്ലോയീസിനെയും ഒരു കൺസോഷ്യത്തിനെയും അതേപോലെ തന്നെ ഒപ്പം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കൊളോബറേറ്റ് ചെയ്തിട്ടും ഒരു ഗവൺമെൻറ്റൽ തലത്തിൽ നല്ലൊരു കോർപ്പറേറ്റ് സിറ്റിസണായി മാറി ഒരു സൊസൈറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബ്രോഡർ വേർഷൻ ഓഫ് ബിസിനസ്സിലേക്കാണ് അവർ പോകുന്നത്. അത് ഭയങ്കര ഇമ്പാക്ട്ഫുള്ളാണ് റൂമി. ഇപ്പോൾ ലൈഫിൽ നമ്മൾ പലപ്പോഴും ഫിനാൻസ് ഉണ്ടാക്കി നമ്മളെ മക്കൾക്ക് വെച്ച് മരിക്കുന്നതിനേക്കാൾ വലുതാണ് ആ ഫിനാൻസ് കുറച്ചുകൂടി എംപ്ലോയീസിനും ഒരു ബ്രോഡറായിട്ടുള്ള സൊസൈറ്റിക്കും ബ്രോഡറായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സുകൾ നടക്കണം, ബ്രോഡറായിട്ട് ബിസിനസ്സുകൾ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പം അതിലേക്കൊക്കെ ഒരു കാറ്റലിസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണക്കിൽ എല്ലാവരും അങ്ങനത്തെ ബിസിനസ്സുകൾ നിലനിൽക്കാൻ ആഗ്രഹിക്കും. അപ്പം അത്തരത്തിലേക്ക് അവരെ മാറ്റൽ ആണ് സത്യത്തിൽ ഈ ബാച്ചുകളൊക്കെ എന്താവുന്നത് നടക്കുന്നത്. അത് അവർ ഫസ്റ്റ് ക്ലാസ്സിലാകുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ബോധ്യം വരും. മറ്റത് അവർ മരിക്കുമ്പോൾ ഇങ്ങനെ മക്കൾ തമ്മിൽ തല്ലുകൂടി പിന്നെ ഫാദറിന്റെ ബിസിനസ് കഴിഞ്ഞാൽ അതേ കൂടി അസ്തമിക്കുന്ന രീതിയിലേക്ക് അവരെന്താവും ഡിക്ലൈൻ ആവും. അപ്പം എനിക്ക് മാത്രം പലപ്പോഴും ഈ കൺസോർഷ്യൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് ഒരു ബ്രോഡറായിട്ട് എങ്ങനെ ഡിബേറ്റ് ചെയ്ത് റീസൺ ചെയ്ത് ബിസിനസ്സിൻ്റെ പല ഓപ്ഷൻസിനെയും പഠിച്ച് ഗ്ലോബലി എങ്ങനെ പോവാന്നില്ലേ ഒരു സാധനമൊന്നും അവർക്ക് പുസ്തകത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ലിറ്ററലി ചെയ്തെന്താക്കുക, അവർക്ക് മനസ്സിലാക്കുക. അതിനുള്ള വലിയ സാധനമാണ് ആ കൺസോർഷ്യം. അപ്പം ഞാനത് ഉണ്ടാക്കാൻ കുറേ ട്രൈ ചെയ്യും. ഞാൻ പലപ്പോഴും അതിൻ്റെ ഒരു ബ്രാൻഡ് സ്റ്റോറിക്ക് വേണ്ടിയിട്ട് അവരെ നല്ല പുള്ളി ചെയ്യും വിദേശ രാജ്യങ്ങളിലേക്ക്. കാരണം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടാണ് അത് ചെയ്യേണ്ടത്. എന്നാലേ അവർക്കൊരു ഗ്ലോബൽ ഔട്ട്ലുക്ക് ഉണ്ടാവുള്ളൂ. പുസ്തകത്തിൽ വായിച്ചുകൊണ്ട് കുറേ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ റൂമിനോടത് പറയണ്ടല്ലോ. റൂമി പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് റൂമിനെ ഞാൻ പലപ്പോഴും പല ആളുകളെക്കാളും ഡിഫറെൻ്റ് ആയിട്ട് റൂമിനെ കാണുന്നത് റൂമിനോട് പാമീർ മൗണ്ടൻസിനെ കുറിച്ച് പറഞ്ഞതാണ്. റൂമിനോട് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സിനും സിൽക്ക് റൂട്ടിനെ കുറിച്ച് പറഞ്ഞാണ്. പിന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പോയിട്ടാണ് റൂമി. അയാളെ പേരും എനിക്കുണ്ട്. അതൊക്കെ തന്നെയാണ്. അപ്പം ഞാനേ അതൊക്കെ അപ്പം ഈ കൺസോർഷ്യങ്ങൾ ശരിക്കും ഇപ്പം ഈ ബിസിനസ്സുകാർ ഇപ്പം നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയി പോയാൽ ഇപ്പം മലപ്പുറത്തെ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ ഈ മലബാറിലെ ബിസിനസ്സുകാർക്ക് ഇപ്പോൾ സാറ് ബി സ്കൂൾ തുടങ്ങണ സമയത്തിൽ നിന്ന് ഇപ്പം എന്ത് മാറ്റം ഉണ്ടായത്, ഇനി എന്തെല്ലാം ചലഞ്ചസ് അവർ നേരിടേണ്ടി വരും? ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അതിനെന്താണ് ഒരു റെമഡി, ഒരു ബിസിനസ് കോച്ച് അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ളവർക്ക് എന്ത് പരിഹാരമാണ് അവർക്ക് പറയാനുള്ളത്? ഒന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ധാരാളം ബിസിനസ്സുകൾ സ്കെയിലിംഗ് പ്രോസസ്സിലേക്ക് മാറി. മലപ്പുറം ജില്ലയിലെ ഫസ്റ്റ് BSc ലിസ്റ്റഡ് കമ്പനി ആ ബാച്ചിലെ സ്റ്റുഡൻ്റാണ് ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ. അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് നിങ്ങളെ കാണണം കേട്ടോ ഷംസുക്ക. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് അൽസലാമ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കംപ്ലീറ്റ്ലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കാണിച്ചെന്ന് അദ്ദേഹം ഉണ്ടാക്കിയ ബോർഡിനെ കാണിച്ചെന്നത് ലിസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലൂടെ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ദിസ് ഇസ് നിർവാണ മൂവ്മെന്റ് എന്നൊക്കെ ആദ്യത്തെ ബാച്ചാണ് ഫസ്റ്റ് ബാച്ചാണ്. അദ്ദേഹമാണ് സത്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹോട്ടലിലേക്ക് എക്സിക്യൂട്ടീവ് പിന്നെ കൊണ്ടുപോകാനും എന്നെ ചാലഞ്ച് ചെയ്തത്. അത് അദ്ദേഹം ഒരു പ്രാവശ്യം ഞാൻ
പലപ്പോഴും ഏത് ഘട്ടത്തിലാണ് ഈ ഷംസു സാറ് കാരണം അൽസലാമിന്റെ ഓണർ ആണല്ലേ മൂപ്പര്? അദ്ദേഹം അൽസലാമിന്റെ ഓണറാണ്. അദ്ദേഹമാണ് ബേസിക്കലി എക്സിക്യൂട്ടീവ് MBA ഒരു ഉപജ്ഞാതാവ് എന്ന് പറയാം. ഞാൻ പലപ്പോഴും മനസ്സിലായിട്ടില്ല ഇത്. അദ്ദേഹം ഒരു സൈഡിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സൈഡിൽ എനിക്ക് വന്ന 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഒന്നൊരു അസീസ് പറഞ്ഞിട്ടുള്ളൊരു ആർക്കിടെക്റ്റ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു ഭയങ്കര താല്പര്യത്തിലെ ക്ലാസ് ഇരിക്കണമെന്നില്ല. എനിക്കങ്ങനെ താല്പര്യമുള്ള ക്രൗഡിനെ കിട്ടാറില്ല. താല്പര്യമുള്ള ക്രൗഡുണ്ടെങ്കിൽ ഞാൻ എത്രയോ എൻ്റെ ഇപ്പോൾ സമയം. അങ്ങനെ രണ്ടാമത് പിന്നെ എനിക്കൊരു ബിസിനസ്സുകാരനെ കിട്ടി, ജാഫർ ഓർബിസ് ആണ്. അവനൊരു 450+ എംപ്ലോയീസ് ഇല്ലേ ഒരു സ്ഥാപനത്തിന് ഓണറായിരുന്നു. പക്ഷെ മലപ്പുറത്തിന്റെ ബിസിനസ്സുകാരെ പ്രത്യേകത ഓന് കാണിക്കൂല, ഓൻ്റെ പെരുപ്പം കാണിക്കൂല. എന്നോട് പറഞ്ഞു ഞാൻ ചെറിയ നമ്പർ പ്ലേറ്റ് അടിക്കണ ബിസിനസിന്റെ ഓണറാണെന്നാണ്. ഞാൻ വിചാരിച്ചാൽ അവനെന്തിനാ ഞാൻ കൺസൾട്ടൻസി കൊടുക്കുന്നത്. ഞാൻ അവനോട് പറഞ്ഞത് നിന്റെ ക്ലാസ്സിൽ പോവാ, അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഷംസുക്കയാണ് ഇങ്ങനെ കൺസൾട്ടൻസിക്ക് ആദ്യം എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് അതിന് സമയം ഉണ്ടാവില്ല. പിന്നെ നമ്മളൊപ്പം വലിയ 2 നമ്മളെ പാർട്ട്നേഴ്സിനെ ഇതാക്കി പിന്നെ അവർ പോയി കണ്ടു. ഞാനപ്പോഴും എനിക്കിങ്ങനെ വലിയ ബിസിനസ്സുകാരായതുകൊണ്ട് എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ പോവുകയാണ്, ഇനി അതിലേക്ക് പോയി ചാടണമെന്നൊക്കെ. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ബിസിനസ്സുകാർ ഭയങ്കര തിരക്ക് പിടിച്ചവരാണ്, അപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, മാസത്തിലാകെ 3 ഞായറാഴ്ച ഒഴിവുണ്ടാവുള്ളൂ. ആ ഞായറാഴ്ച വരാം. അതും ഞങ്ങളൊരു 4-4:30 അവിടെ എത്തും. അതിനുശേഷം ഒരു 9-10 മണിക്ക് ഡിന്നറും കഴിച്ച് പിരിയണം. നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിലാവണമെന്നല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര പേടിയായിരുന്നു. അതൊരു അതായത് ഒരു 1 ഇയർ പ്രോഗ്രാമിനെ ഞാൻ ഓരോ പേപ്പറിനെയും 3 ദിവസങ്ങളായി ചുരുക്കുകയാണത്. അപ്പോൾ ഒരു 365 ദിവസത്തിനെ നമ്മൾ പിടിച്ചിട്ട് 33 ആഴ്ചകളിലേക്ക് ആക്കുകയാണത്. അപ്പോൾ എന്നാലേ നമുക്ക് ഉള്ളൂ എന്നുണ്ട്. പക്ഷേ എനിക്ക് ആ 2 കുട്ടികൾ എന്ന റിഫ്ലക്ഷൻ എൻ്റെ മനസ്സിൽ ഭയങ്കര ഉണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് പറഞ്ഞു ഞാനത് ചെയ്യുന്നു. എൻ്റെ പാർട്ട്നേഴ്സൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവരെന്തർത്ഥത്തിലാണ് ഞാനത് ചെയ്യണമെന്നില്ല. എന്നിട്ട് ഞാൻ ഒപ്പിട്ട് ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ ഫജർ നിസ്കരിക്കുന്ന സമയത്താണ് പടച്ചോൻ എനിക്ക് ഭയങ്കരമായിട്ടൊരു സാധനം ഡോൺ ചെയ്തത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 സ്റ്റുഡൻസാണ് വലീജും സോലയും. 2 പേരും, ഒരുത്തൻ ഖത്തർ ഇൻ്റർനാഷണൽ സ്കൂളിലും ഒരുത്തൻ സൗദി ഇൻ്റർനാഷണൽ സ്കൂളിലും കഴിഞ്ഞ കുട്ടികളാണ്, ജിദ്ദ ഇൻ്റർനാഷണൽ സ്കൂളിലും. പലപ്പോഴും ഞാൻ അവരുടെ അടുത്ത് കോഫി ഷെയർ ചെയ്യാറുണ്ട്, അവരുടെ അടുത്ത് പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അവർ എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിരുന്നു, എക്സ്ട്രീംലി വായിക്കുമായിരുന്നു, എക്സ്ട്രീംലി ഈ കാര്യങ്ങളോട് പോസിറ്റീവ് ക്യൂസ് ഇല്ലായിരുന്നു. ഞാൻ കരുതി ഞാൻ അവരെ റിക്രൂട്ട് ചെയ്യും റിസർച്ച് അസോസിയേറ്റ്സ് ആയിട്ട്. പിന്നെ ഞാൻ അവർക്ക് ക്രാഫ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ അങ്ങനെയാണ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണത്. അത് ഒരു ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ അതിലും എൻ്റെ ഒപ്പം ഫസ്റ്റ് 2 ലെക്ചേഴ്സിന് പിന്നെ ഫിനാൻസ് എടുക്കുന്ന ലെക്ചറിനും ഇവർക്കൊക്കെ ഇതിൻ്റെ ഈ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ആ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കും, ഇവരൊക്കെ അതിനെ അലൈൻ ചെയ്യും. അങ്ങനെയായിരുന്നു ഈ പ്രോഗ്രാമൊക്കെ എന്തായിരുന്നത് റൺ ചെയ്തിരുന്നത്. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്ക് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി തോന്നി. അവരെന്താക്കി സെക്കൻഡ് ബാച്ചിനെ അങ്ങനെയാണ് ഇതിങ്ങനെ പിന്നെ അതങ്ങനെ ഓരോ ബാച്ച് ഒരു കൺസോർഷ്യം മാറും. അതെ, അതിൽ ഫസ്റ്റ് ബാച്ചിലെ കുട്ടി ഒരു ടിപ്പു യൂസഫ് അലി ഉണ്ടായിരുന്നു, 19-20 വയസ്സ്. അവനാണ് ഷംസുഖിനോട് അതായിട്ട് പറഞ്ഞത്. അങ്ങനെയാണ് ഷംസുഖ് ഇത് അറിഞ്ഞത്. പക്ഷെ ഷംസുഖ് അന്ന് ആ സ്പീച്ച് കഴിഞ്ഞിട്ടാണ് ഷംസുഖ് എന്നോട് പറഞ്ഞ ഫൈസാർ നമുക്ക് ഇത് ഇവിടെയും ചെയ്തുകൂടെ എന്നല്ലേ ചോദിച്ചു. അങ്ങനെയാണ് അത് അവിടെയും വരുന്നത്. യു എയിലും ഷംസുഖയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഈ പടച്ചോന് ഇവർക്ക് 2 നന്നായിട്ട് ബ്ലസ് ചെയ്യട്ടെ, ഈ അൽസലാം ഷംസുഖക്കും മറ്റു ഷംസുഖ. അതുപോലെ തന്നെ സൗദിയിലുണ്ട് ഒരു യൂനുസ്കയും റോയൽ ഡ്രൈവ് മുജീബും നജീബ് മുസ്ലിയാരെത്തും. അവരാണ് അത് അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോയത്. സൗദിയിലും സ്റ്റുഡൻസ് ഉണ്ട്, അവരിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സൗദി കുറച്ചുകൂടി ഇങ്ങനെ യു എനേക്കാളും നമുക്ക് തോന്നുന്നൊരു 10 വർഷം ബാക്കിലാണെന്നില്ലേ പല സംഭവങ്ങളും. അപ്പോൾ അവിടെ ഇങ്ങനെ ആയി വരും. പക്ഷെ റിയാദ് ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഹെവിയാണ്. ഇവരെ ഇത് ഒഫീഷ്യലി സർട്ടിഫൈ ചെയ്യുന്നുണ്ടോ? അതെ, ഇവർക്ക് ഒഫീഷ്യലി ഇപ്പോൾ ഒരു ലെവൽ 7 സർട്ടിഫിക്കേഷൻ കിട്ടും. ലെവൽ 7 യുകെയുടെ പിയേഴ്സൺ ആൻഡ് എക്സലിന്റെ. അത് L7 സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് 120 ക്രെഡിറ്റ്സ് കിട്ടും. അത് കഴിഞ്ഞാൽ ആ ഒരു 60 ക്രെഡിറ്റ്സിന് അവർ UK പോയി കഴിഞ്ഞാൽ അവർക്ക് MBA എന്താക്കാം ടോപ്പപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ മനസ്സിലാക്കണം മിക്കവാറും ഇവിടെ ആരും അതിനൊന്നും നോട്ട് ഈവൻ സിംഗിൾ സ്റ്റുഡൻറ്റും കൂടി അങ്ങനൊന്നും ഫിനിഷ് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ സർട്ടിഫിക്കേഷൻ തന്നെ വേണോന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതിനേക്കാളും എനിക്ക് പലപ്പോഴും തോന്നിയത് ശരിക്കും ആ ഒരു
റിസർച്ച് അസോസിയേറ്റിനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇവരുടെ ഒരു ഇംപ്ലിമെന്റേഷൻ സൈഡ് സ്ട്രോങ് ആക്കായിരിക്കും, കുറെ കൂടി ബിസിനസ്സിന് ഉപകരിക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഉള്ളിലുള്ള റിഫ്ലക്ഷൻസ് ഒക്കെ വരാറ്. കാരണം മറ്റത് കുറേ അക്കാഡമിക് പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഉപോത്ബലകമായിട്ട്. അതിന് റിസർച്ച് അസോസിയേറ്റിന് വിധേയമാക്കുമ്പോൾ അവർക്ക് ഇവിടെ കൊടുക്കുന്ന കുറേ ടൈമിൽ കോംപ്രമൈസ് വരാറുണ്ട്. അപ്പം അതൊന്ന് പലപ്പോഴും ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ബട്ട് അഗെയിൻ ബിസിനസ്സുകാർ എപ്പോഴും ഒരു ക്വാളിഫിക്കേഷൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമാണ് അത് നന്നാവുക എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം സാധാരണ കോമൺലി നമ്മളിവിടുത്തെ ഈ ബിസിനസ്സുകാർ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെ ഇപ്പോൾ സാറിന് മനസ്സിലായത്? ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ റൂമി ഈ ഒരു സാധനമാണ് വളരെ നാരോ വേഷൻ ഓഫ് സ്വന്തം പൈസ സ്വന്തം കമ്പനിയാക്കാൻ ഒരു തത്രപ്പാട്. സ്വന്തം ഞാനാണ് ഭയങ്കര കച്ചവടക്കാരൻ. ആ ഒരു കണ്ണിനെസ് എടുക്കല് അതാണ് സത്യത്തിൽ ഇതിനൊക്കെ ഒന്ന് തകർക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമത്തത് ഇപ്പോൾ ഒരു സിംഗിൾ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ നോക്കിക്കോളി, അവരൊന്നും നമുക്ക് വേറൊരാളെ ചേർത്താത്തതിൻ്റെ പ്രശ്നം ഈ പ്രശ്നമായിരിക്കാം. കുറച്ചുകൂടി ഹ്യൂമൈൻ ആയിട്ടുള്ള ബിസിനസ്സുകാർ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകാരാണ്. അപ്പോൾ അവർ കുറച്ചുകൂടി ഹ്യൂമൈൻ ആയിട്ടുണ്ട്. പക്ഷെ അത് എത്ര നീണ്ടുക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നീണ്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു ലീഡർഷിപ്പ് പ്രോപ്പറായിട്ട് വേണ്ടത് റൂമി. ഇപ്പം ലീഡർഷിപ്പ് വേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ മാത്രമാവണോ അതോ HR മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷൻസും ഒക്കെ ആംഗിളില്ലേ ഒരു ടീമംഗം വേണമെന്നില്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിലാണ് അവിടുത്തെ പ്രോസസ്സസും സിസ്റ്റംസും ക്ലിയർ ആവുള്ളൂ. ഈ പ്രോസസ്സസ് സിസ്റ്റംസ് ഉണ്ടാക്കുന്നതിൽ ഇവർ ഭയങ്കര പരാജയമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. പ്രോസസ്സും സിസ്റ്റംസത്തിനെയും ഓട്ടോമേറ്റ് ചെയ്യുന്ന സാധനമാണ് ടെക്നോളജി. ഇവർ IT വാങ്ങിക്കും, പക്ഷെ ഒരു പ്രോസസ്സും സിസ്റ്റം ഉണ്ടാവില്ല. IT-കാരൻ്റെ സിസ്റ്റം പ്രോസസ്സുകൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഇവൻ്റെ ഓർഗാനിക് പ്രോസസ്സിനെതിരായിരിക്കും. അതുകൊണ്ട് IT നെഗേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് IT ഉപകാരപ്പെടുന്നില്ല. ഫൈനലി വേണ്ട സാധനമാണ് കൾച്ചർ. ഒരു പക്ഷേ ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. കാരണം ഇവർ HR-ന് കൊടുക്കുന്ന മെട്രിക്സിനെ പെർഫോമൻസ് മെഷർ ചെയ്യണം, ആൾക്കാർ ചാടിപ്പോരുത് എന്നുള്ളതായിരിക്കും. പക്ഷേ അതിലൊരു കൾച്ചറിൻ്റെ ഫാക്ടർ വരുമ്പോഴാണ്, അതായത് ഒരു ഓണർ ഇട്ട ഒരു വിഷൻ ബോർഡ്, ആ വിഷൻ ഉണ്ടാക്കാൻ ഒരു വാല്യൂസിൻ്റെ കൾച്ചറും കൂടി ഒരു ട്രെയിൻ ചെയ്യപ്പെടുമ്പോഴാണ് അത് പ്രോപ്പർ ആവുന്നത്. അപ്പോൾ ഒരു സ്കെയിലിംഗ് പ്രോസസ്സ് എപ്പോഴും ഞാൻ മനസ്സിലാക്കത്തോളം സിസ്റ്റംസും പ്രോസസ്സും IT-യും പ്ലസ് കൾച്ചറും കൂടി മാപ്പ് ചെയ്യുമ്പോഴാണ് അതൊരു ഭയങ്കര റൊബസ്റ്റ് സാധനമാവുന്നത്. പക്ഷേ അത് ഇവരെ സംബന്ധിച്ച് വലിയൊരു ചാലഞ്ചാണ് ആ ഒരു സാധനം. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഒരു IT ഡ്രിവൺ ആയിട്ട് പ്രോസസ്സും സിസ്റ്റംസും ഉണ്ടായി കൾച്ചർ ഡ്രിവൺ ആയ സാധനമാണ് ഐക്യ. അതൊരു സ്കാൻഡിനേവിയൻ കൾച്ചറാണ് ലോകത്തെല്ലായിടത്തും കൊണ്ടുപോകുന്നത്. അത് IT കണക്റ്റഡ് ആണ്. അതിൻ്റെ പ്രോസസ്സും സിസ്റ്റംസ് അവർ ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയ സാധനമാണ് എല്ലായിടത്തും പോയിട്ട് എന്താക്കുന്നത്, റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ലീഡർഷിപ്പ് ഇങ്ങനെ അവർ ഷേപ്പ് ചെയ്യപ്പെടുന്നുണ്ടാവും. അതേസമയത്ത് മൂന്നാമത്തെ വലിയൊരു ചാലഞ്ച് എനിക്ക് തോന്നിയിടത്തോളം ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ബുക്കാവുകളുടെയാണ്. ലോകം ഭയങ്കര വോളട്ടൈലാണ്. അപ്പോൾ ലോകത്ത് സർപ്രൈസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സഖാവ് ലെനിൻ പറഞ്ഞ പോലെ 40 വർഷത്തോളം ജിയോ പൊളിറ്റിക്സിലൊന്നും നടക്കൂല, പക്ഷെ ഒരാഴ്ച കൊണ്ട് ജിയോ പൊളിറ്റിക്സിൽ കണ്ടമാനം കാര്യങ്ങൾ നടക്കും. അതപ്പോൾ മിഡിൽ ഈസ്റ്റ് നടക്കുന്നു. നമ്മൾ ഇങ്ങനെ തല ഇതൊന്നും മാറ്റിയിട്ടുണ്ടാവില്ല TV എവിടെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ആംഗിൾ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഈ ജിയോ പൊളിറ്റിക്സ് ടെർബുലൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സക്സസ്ഫുള്ളി മാപ്പ് ചെയ്യുന്ന ഒരു കോർ ടീം ഇല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പ്രൊഫസർ സ്ലാറ്ററാണ് ബേസിക്കലി 1984 ഈ വേൾഡ് വാറിനും ഫസ്റ്റിനും സെക്കൻഡിനൊക്കെ പഠിച്ച് അതിനെങ്ങനെ കമ്പനികൾ അതിജീവിച്ചു എന്നുള്ളത് നോക്കല്. ഞാൻ പലപ്പോഴും ആലോചിക്കാറില്ലത് പിന്നെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കോർ ടീമിൽ ഒരു ലേണിംഗ് മോഡ് ഇല്ലാത്ത ഒരു സാധനങ്ങളാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒന്ന് ആ കോർ ടീം പക്ക പ്രോസസ്സും സിസ്റ്റംസും അതിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നു, അതിൻ്റെ കൾച്ചറിനെ അതിൻ്റെ KPIs പക്ക ഇംപ്ലിമെൻ്റ് ചെയ്യണം. രണ്ടാമത്തത് ഈ സർപ്രൈസസിനെ ബോർഡിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിനനുസരിച്ച് എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണം എന്നുള്ളത് അവിടെ ഇതാക്കണം. അങ്ങനത്തെ ഒരു ബോർഡ് ഇല്ലെങ്കിൽ അവരിതിനെങ്ങനെ നോക്കിക്കാണുകയുള്ളൂ. സ്ലാറ്റർ പറഞ്ഞത് 1929 പോലെ ഡിപ്രഷനിലേക്ക് എക്കണോമി പോവുകയാണെങ്കിൽ ഗ്ലോബൽ എക്കണോമി പ്ലഞ്ച് ചെയ്യും. അത് ഇൻസോൾവൻ്റ് വല്ല കമ്പനികളെ ഉണ്ടാവാതിരിക്കട്ടെ.
അതെ അതെ. ഇപ്പം ക്രൈസിസ് ആണ്. എല്ലാവർക്കും എനർജി പ്രൈസ് കൂടുമ്പോൾ ഉണ്ടാവുന്ന ഇൻപുട്ട് കോസ്റ്റുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രൈസിസിന് മേലെയാണ് നോൺ ക്രൈസിസ് ടൈം. ആ സമയത്താണ് ഗ്രോത്തും എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ക്രൈസിസിൽ കമ്പനികൾ രണ്ട് രീതിയിൽ പോകും. ഒന്ന് പക്ക ഇൻസോൾവൻ്റ് ആവും. രണ്ടാമത് കമ്പനികൾ ഫസ്റ്റ് എടുക്കുന്ന പോളിസിയാണ് റിട്രൻച്ച്മെൻറ്റ്. ഇപ്പം GCCയിലെ ബിസിനസ്സുകാരൊക്കെ ഞാൻ പലപ്പോഴും ഇപ്പോൾ കണ്ട അവരൊക്കെ വർക്ക് ഫ്രം ഹോം ആക്കി. സ്കൂളുകളും കോളേജുകളൊക്കെ പിന്നെ ഒരു പക്ഷേ സാലറി ചുരുക്കിയിട്ടുണ്ടാവും പലരും. അതെ 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 അതെ. അത് അതിൻ്റെ ഒരു സാധനമാണ്. രണ്ടാമത്തെ കോസ്റ്റിംഗ് സൈഡിൽ നല്ല വർക്കൗട്ട് ചെയ്യേണ്ടി വരും. എവിടെയെല്ലാം ഇൻഎഫിഷ്യൻസി ഉണ്ടോ അതിനൊക്കെ പ്രൂൺ ചെയ്യേണ്ടി വരും. അതാണ് പ്രൊഫസർ സ്ലാറ്റർ പറഞ്ഞത്. പ്രൂൺ ചെയ്യാത്ത ബിസിനസ്സുകൾ ഭയങ്കര കൊഴുത്ത ബിസിനസ്സുകൾ, അത് പണി തരും നമുക്ക്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിംഗ് വർക്കൗട്ട് ചെയ്തിട്ട് എവിടെയെല്ലാം ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അത് ജനറേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു സാധനം ഇല്ല അസറ്റ്സ് വിൽക്കേണ്ടി വരുന്ന സമയങ്ങളുണ്ടാവാറുണ്ട്. അസറ്റുകൾ ഡൈവേസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ മെഷീനറീസിനെ ഡെഫാക്ടർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വിറ്റിട്ട് ലീസ് ഹോൾഡ് ചെയ്യേണ്ടി വരും. ബാങ്കുമായിട്ട് ഡെറ്റ് ഉണ്ടെങ്കിൽ അവരെടുത്ത് ഡെറ്റിനെ റിസ്ട്രക്ചർ ചെയ്ത് തരാൻ പറയണം. കാരണം ഈ ക്രൈസിസ് വരുമ്പോൾ എല്ലാവരും സ്കാൻഡിനേവിയൻ കൺട്രീസിനെ പോലെ തന്നെ പരസ്പരം സഹകരിക്കും. ഇപ്പോൾ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യാൻ പഠിക്കണം. അങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻസീസിന് എന്താക്കേണ്ടത്, കേൾക്കേണ്ടത്. പിന്നെ പലപ്പോഴും വളരെ ഗ്രോത്തിൽ ഉണ്ടാവുന്ന ഒരു ലീഡർഷിപ്പ് എല്ലാം ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇൻട്രീം ലീഡർ വേണം നമുക്ക് ശരിക്ക് ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഒരു ക്രൈസിസ് ലീഡർ ഉണ്ടാക്കൽ കമ്പനികൾക്ക് ഭയങ്കര അത്യാവശ്യമാണ്. അങ്ങനെ ആയിട്ട് നമുക്കിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും ഇൻപുട്ട് കോസ്റ്റ് കൂടുന്നതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുന്നതുകൊണ്ട് ആളുകളെ കയ്യിൽ പൈസ കുറയുമ്പോൾ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിന് പൈസ കൂടുകയാണ്. അപ്പോൾ ആളുകൾ കൺസ്യൂം ചെയ്യുന്ന എന്താക്കും, കുറക്കും. പക്ഷേ നമ്മളെ ബ്രാൻഡൊക്കെ പൊളിയും ചെയ്യും. ഇൻപുട്ട് കോസ്റ്റ് കയറിയിട്ടില്ലെങ്കിൽ സർവീസിൻ്റെയും പ്രൊഡക്റ്റും നല്ല സാധനം വിൽക്കാൻ പറ്റുന്ന പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ബിസിനസ്സിന് സോൾവൻസി ഇല്ലല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കണത് ഇത് സൂപ്പർ ഫോക്കസ് ചെയ്യണമെന്നില്ലാണ്. എല്ലാ ആളുകളും കുറക്കൂല. പൈസ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റിനെ നിലനിർത്തേണ്ടി വരും. വായിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ പ്രൊഡക്ട്സുകൾ എന്താക്കേണ്ടി വരും, വാർ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കേണ്ടി വരും. ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. ഇന്ന് പിന്നെ സസ്റ്റൈൻ റിക്കവറി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഗ്രോത്ത് ഓപ്ഷനും പിന്നെ എന്താക്കാൻ പറ്റും, എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലാണ്. ഈ ചാലഞ്ചസ് ആണ് എനിക്കിപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ ഞാനിനിയിപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് എക്സാക്ട്ലി ഇതിലേക്കൊക്കെ ചിലപ്പോൾ ഞാൻ ഈ ചിന്തിക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അതൊന്നും അവിടെ വന്നിട്ടില്ലായിരിക്കാം ചിലപ്പം. കാരണം നമ്മൾ കാണുന്ന പോലല്ല. ഇപ്പോൾ UAE സൗദിയിലൊക്കെ ആൾക്കാരൊക്കെ ഇപ്പോൾ അവരാ കുറച്ച് കാര്യങ്ങൾ ഇതായിട്ട്, പക്ഷേ ജനറലായിട്ടുള്ള അവിടുത്തെ ബിസിനസ്സുകളൊക്കെ നടന്നുകൊണ്ട് എന്താക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പ്രത്യേകിച്ചും എളുപ്പത്തിൽ അവിടെ പീസ് വരട്ടെ. GCCയിലായാലും ഇറാനിലായാലും ഇസ്രായേലായാലും എന്നും ഈ തല്ലുകൂടുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ലല്ലോ. എല്ലാ മനുഷ്യരും ജൂതനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ഒക്കെ ഇങ്ങനെ സഹകരിച്ചുകൊണ്ട് പോകാനാണ് എപ്പോഴും നല്ലത്.